സംസ്ഥാനത്തെ 4 തുറമുഖങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാൻ ശുപാർശ. കേരള മാരിടൈം ബോർഡാണ് തുറമുഖ വികസനത്തിനായി സർക്കാരിൻ്റെ അനുമതി തേടിയത്. വിഴിഞ്ഞം, കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളാണ് PPP മോഡലിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ വികസനത്തിന് പരീക്ഷിച്ച അതേ മാതൃക സംസ്ഥാനത്തെ മറ്റ് തുറമുഖങ്ങളുടെ വികസനത്തിന് കൂടി ഉപയോഗിക്കണമെന്ന കാഴ്ചപ്പാടിലാണ് കേരള മാരിടൈം ബോർഡ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. വ്യവസായവും ടൂറിസവും വളരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉപയോഗത്തിലുള്ള 4 തുറമുഖങ്ങൾക്ക് നല്ല വികസന സാധ്യതയുണ്ടെന്നാണ് മാരിടൈം ബോർഡിൻ്റെ വിലയിരുത്തൽ. നമുക്ക് ഈ മാരിടൈം ബോർഡിനോ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും ഇത് വളരെ വലിയ തോതിൽ ഒരു കോസ്റ്റൽ ഷിപ്പിങ്ങും മറൈൻ ബിസിനസ്സും നടത്താനുള്ള ഒരു പ്രൊഫഷണലിസം ഉള്ള ഉദ്യോഗസ്ഥരോ അതിന് വേണ്ടുന്ന പണമോ അതിന് വേണ്ടുന്ന വൈദഗ്ധ്യമോ ഒന്നുമില്ല. എന്നാൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഗവൺമെന്റിന്റെ ആസ്തി നിഷ്ക്രിയമായി കിടക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ 4 പോർട്ടുകൾ അതേപോലെ പോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാനാണോ, പോർട്ട് ആക്ടിവിറ്റീസിനോടൊപ്പം ടൂറിസമാണോ, എന്തൊക്കെ തരത്തിൽ ഇത് വിനിയോഗിക്കാൻ പറ്റുമോ അതിനുള്ള വൈദഗ്ധ്യമുള്ള ആളുകളും നിക്ഷേപിക്കാൻ സാധ്യതയുള്ള ആളുകളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് PPP മോഡലിൽ നമ്മുടെ കൊച്ചു പോർട്ടുകളും ഡെവലപ്പ് ചെയ്തുകൂടാ എന്ന തിരിച്ചറിവിൽ നിന്ന് മാരിടൈം ബോർഡ് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഗവൺമെന്റിലേക്ക് ഒരു പോളിസി ഡിസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അത് അനുകൂലമായ നിലപാടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നിലവിൽ തുറമുഖമായി വികസിപ്പിച്ചിട്ടില്ലെങ്കിലും പൊന്നാനിയിലും തുറമുഖത്തിനുള്ള സാധ്യതയുണ്ട്. ഇതും സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് കേരള മാരിടൈം ബോർഡ്. പൊന്നാനിക്ക് ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടോ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വിതിൻ മാക്സിമം ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിലോ പൊന്നാനിയിലെ പോർട്ടിന്റെ എല്ലാ വശങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല പറയാം, പോർട്ട് ഡെവലപ്മെന്റ്, പോർട്ട് ലെഡ് ഇൻഡസ്ട്രീസ്, പോർട്ട് ലെഡ് ടൂറിസം, ക്രൂയിസ് ഷിപ്പിംഗ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് തൽപരരായിട്ടുള്ള കക്ഷികൾക്ക് വന്നാൽ നമ്മൾ ഈ പോർട്ടിന്റെ ഭൂമി കൊടുക്കത്തക്ക തരത്തിൽ 30 years വരെ കൊടുക്കാൻ നമ്മുടെ മാരിടൈം ബോർഡ് ആക്ട് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. 4 തുറമുഖങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കണമെന്ന മാരിടൈം ബോർഡിന്റെ ശുപാർശയിൽ സംസ്ഥാന സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഈ മാസം അവസാനം നടക്കുന്ന വിഴിഞ്ഞം ബിസിനസ് കോൺക്ലേവിൽ തുറമുഖങ്ങളുടെ സ്വകാര്യ പങ്കാളിത്ത പദ്ധതി മാരിടൈം ബോർഡ് അവതരിപ്പിക്കുന്നുണ്ട്. ആർ. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.